ഇതിന്റെ മാമിന്റെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴേ മക്കളെ കൊണ്ടുപോയൊന്നും കാണിക്കല്ലേ. എടാ ചന്ദ്ര, അവനെ കൂടെ ഒന്ന് എടുത്തോടാ. ഓടിക്കളഞ്ഞത്. കഥ നല്ലോണം അടച്ചോണ്ടേ. വാ വാ. അടച്ച്. കുണുകുണാന്നുള്ള ചെറുക്കന്റെ ഓട്ടം കണ്ട എവിടെയെങ്കിലും ചെറുക്ക് വീഴോ എന്താ അറി. ഡേർക്ക സൈക്കിൾ വരണണ്ടാ. ഇറങ്ങിയതാ പോണാ ഓരോന്നും ഉണ്ടാക്കി വിട്ടോളൂ. ഞായറാഴ്ച ആയിട്ട് ഇപ്പൊ തുടങ്ങിയല്ലക്ക. കല്ലൂടിയന്മാർക്ക് ചെന്ന് വീഴാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. രാത്രി ഒന്ന് സ്വൈരായിട്ട് കിടക്കാൻ ഈ പഹേര് സമ്മതിക്കില്ല. സ്വൈര്യം കിടത്താതെ താഴ്ന്ന് പോകാൻ നോക്കുന്നുണ്ടോ? പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുക്കണുണ്ടല്ലോ. എന്നെ ആര് തെരയാൻ? മാധവമാഷ്ക്ക് ദണ്ണ ഒന്ന് വീണു അത്രേ, പിന്നെ മിണ്ടിയിട്ടില്ല. ഒന്നും വിചാരിക്കല്ലേ മാമ, വേറെ എവിടെ വെച്ചാലും അവള് പിടിക്കും. മക്കളെ ഒരു ഗ്ലാസ്. എന്നിട്ടാണ് അവളെ വായിരിക്കണത്. ഞാൻ കേൾക്കുന്നു മൈനാകം മരിക്കാൻ കിടക്കുന്നവരെ കുറ്റം പറയുന്ന ചൊല്ലി. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുട്ടി കണ്ണിയും കയ്യുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അത് നിങ്ങൾക്കറിയോ? എന്തിന്? ആരും എന്തുണ്ടായേ? മരിച്ച് ആളുകളെ കഷ്ടപ്പെടുത്താതെ തീർന്നോട്ടെ തന്ത. ഏത് നേരത്തെ ടി വി വാങ്ങിക്കാൻ തോന്നിയ എന്താ അറിയും, കറക്കണ പശുവിനെ കൊടുത്തിട്ട് ചവിട്ടണ കാളെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ ഇന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ വയ്ക്കുള്ള നിന്ന് തീർക്കോ? എന്തിനാണ് ഇവിടെ ടി വി ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് മാനക്കേണ്ടൊക്കെ വെച്ചോളാം. നീക്കാം ഞാൻ ഇപ്പൊ ടി വിയുടെ മുമ്പ് ഇരുന്നല്ലേ മുട്ടയില്ല. എന്റെ മുട കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേണ്ടായിരിക്കും. ചുമ്മാ നമ്പർ നമ്പർ അണ്ണാ മതി, വെള്ളം ചേർക്കണ്ടേ? ഉള്ള ചാരയെല്ലാം വലിച്ചിട്ട് നിന്റെ പെണ്ണെ കാണുമ്പോൾ എന്നെ വിളിക്കില്ലേ? ആ കിളവന്റെ അടിയിൽ വാങ്ങിച്ചേട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. എതിയണ്ണ കക്കൂസിന്റെ ബാക്കിലെ പരിപാടിക്ക് നമ്മളെ കൂടി വിളിക്കണ്ടണ്ണ. നീ വലിയ ഗൾഫ് ജെന്റിൽമാൻ, നിനക്ക് എന്തിനാ ഈ നാടത്താണ്? എത്ര ഗൾഫായാലും ഇതവിടെ കിട്ടൂലണ്ണ. മുത്തച്ഛ മരിച്ചോ? അയ്യോ, മുത്തച്ഛ സുഖമില്ലാതെ കിടക്കുക. അതിപ്പോ ഒരു 4 മാസമായിട്ടുണ്ടാവും അല്ലേ? അച്ഛാ അച്ഛാ മരിച്ചു അല്ലണ്ണ, അങ്ങേര് മരിച്ചു. ഇവിടുത്തെ പെണ്ണുങ്ങൾ കരയാൻ തരുന്നു. കരയാൻ കാരണമല്ല വേണം. ഇത് പരിപാടി വേറെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തിനാ വാസമാൻ പണി പറ്റിച്ചാ എന്താ അറിയോ? എന്തിനു പറ്റില്ലേ? ആളെ എത്തിട്ട് വേണ്ട കരുത്തിൽ ഉണങ്ങാൻ. മാമ മാമ ബാസ് മാമ. ആ എനിക്കറിഞ്ഞു.
ഒരു ആംബുലൻസ് വിളിച്ച് അവിടെ അടുത്ത് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോകും. ഞാൻ മിക്കപ്പോഴും മക്കളെ ചന്ദ്ര, ഓ എന്ത് ചേച്ചി? എങ്ങനെയാ അച്ഛനെ അടക്കണത്? തൊണ്ടിറ്റ്. തൊണ്ടിറ്റാ? എന്നാ കിഴക്കേ മൂലയിൽ നിൽക്കണ മാവിന് പറയട്ടാ. തൊണ്ട് മാവ് ഒന്നും പോരാ എന്റെ അച്ഛന്. പിന്നെ നീ എതിയണ്ണനോട് ചെന്ന് പറ, ചന്ദ്രമുട്ടിയിലാണ് എന്റെ പിന്നാരെ അടക്കാനെന്ന്. ചന്ദ്രമുട്ടിയില്ല? നീ അണ്ണന്റെ കൂടി പറ. അല്ല ചേച്ചി, അതിന് ഭയങ്കര പൈസയാവൂലേ? എത്ര കാശായാലും ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും ചന്ദ്രമുട്ടി തന്നെ അടയ്ക്കാൻ മതി എന്ന് പറ. പോയി പറ. തൊണ്ട് വെച്ച് എത്തിച്ച കത്തൂലെന്നാണ് പറയണത്. ചന്ദനമുട്ടി വേണോ ചേച്ചി? ചന്ദനമുട്ടി നീ വാടകട്ടെ. മനുഷ്യരുടെ നിൽക്കുന്ന വാങ്ങിക്കാൻ പൈസ ഇല്ല. ജീവിച്ചിരുന്നപ്പോ അവള് ഒരു നേരത്തെ വെള്ളം എടുത്ത് അങ്ങനെ കൊടുക്കൂല. എന്നിട്ടാണ് ചന്ദനമുട്ടി. ഗൾഫിലാണെങ്കിൽ ഇത്ര സമയം വെക്കൂല, അപ്പൊ തന്നെ നടക്കും. പനയമട്ടത്തിന് കോവാലിന് കുടുംബം വരുമോ? അതിന് ഇതിനു മുമ്പ് മാമ 3-4 വട്ടം ഇപ്പൊ ചാവെന്ന് പറഞ്ഞത് ഞങ്ങളെ പറ്റിച്ചു. അപ്പോഴൊക്കെ അവത്യങ്ങളെല്ലാം വന്നിട്ട് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അറിയിക്കാൻ നേരം കിട്ടിയാ? ഇനിയിപ്പോ വരണവര് പറ്റാ, അല്ല ഉള്ളവര് മതി. എന്തുവാ അണ്ണൻ പോയാ കുഴിയെന്നില്ല നോക്കിയാണ്. എന്താ ചെയ്യണ? അല്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെ മതിയോ? അല്ല ഇനിയിപ്പോ അങ്ങനെ ആരും വരാനൊന്നുമില്ല. 1 മണിക്ക് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അതല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? പോസ്റ്റ്മോർട്ടം എന്തിന്? വീട്ടിൽ കിടന്നല്ലേ മരിച്ചത്? ഈ 10-90 വയസ്സുള്ള ആള് പിന്നെ വീട്ടിൽ കിടന്നിട്ട് ആപ്പീസിൽ കിടന്ന് മരിക്കുവോ? അത് നിങ്ങൾ പറയുന്നു, പക്ഷെ അതിന്റെ രീതി അതല്ല. വീട്ടിൽ കിടന്നല്ലേ മരിച്ചത്. വീട്ടിൽ സുഖമായി കിടന്ന ആളിനെ നിങ്ങൾ തല്ലിക്കൊന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങേരെ കൊന്നിട്ട് അയാളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവിടെയും ഇവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെയും കൂടാൻ പറ്റൂല, ഇവിടെയും കൂടാൻ പറ്റൂല. നിങ്ങൾ എന്തിനാണ് ഈ പറയണത്? ഏതാളുകള്? ഇതിപ്പോ മരിച്ചത് നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനല്ലേ? ആ തന്നെ. അങ്ങേർക്കുള്ളതെല്ലാം നേരത്തെ മക്കൾക്ക് വീതിച്ചു കൊടുത്ത് ഇനി ഞങ്ങൾക്ക് എന്തിനു കിട്ടേ? ആണ്ട അങ്ങേർക്ക് ഇനി ആകെ പാടുള്ള സ്വത്ത് ലോ കിടക്കണം. അതിന്റെ പേര് മാമനെ ഞങ്ങൾ കൊന്നെന്നാണ് അണ്ണൻ പറയണത്. രാവിലെ ഇറങ്ങിക്കോളും. കല്യാണം ഇവിടെ നിന്നില്ല, മരിപ്പ് വിടുന്നില്ല, ഉത്തരവ് ഉണ്ടാക്കാൻ. പോരട്ടെ.